ഗുസ്തിക്കാരുടെ രാജകുമാരൻ എന്ന പേരിലാണ് പുരാതന ഗ്രീസിലെ താസോസിലെ തയജീൻസ് അറിയപ്പെടുന്നത്. ഒളിമ്പിക്സ് ജേതാവായ തയജീൻസിനെ തോൽപ്പിക്കുക എന്നത് ഒരു ഗുസ്തിക്കാരൻ്റെ സ്വപ്നമായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ ഒരാൾ ഇറങ്ങിത്തിരിച്ചു. എന്നാൽ പല പ്രാവശ്യം ഗുസ്തി മത്സരത്തിൽ താൻ തയജീൻസിനോട് പരാജയം ഏറ്റുവാങ്ങി. അതിനിടയിൽ തയജീൻസ് മരണമടഞ്ഞു. തൻ്റെ മരണശേഷം ഏകദേശം BC 480 ഏതൻസിൽ തൻ്റെ ഐതിഹാസിക ജീവിതത്തെ സ്മരിക്കുവാൻ ഭരണകൂടം ഒരു ലോഹനിർമ്മിത പ്രതിമ സ്ഥാപിച്ചു. ജീവിച്ചിരുന്നപ്പോൾ തയജീൻസിനെ തോൽപ്പിക്കുവാൻ പറ്റാതിരുന്ന ആ തോറ്റ ഗുസ്തിക്കാരൻ തയജീൻസിൻ്റെ ലോഹ പ്രതിമയിൽ എല്ലാ ദിവസവും രാത്രി ആരും കാണാതെ ഇടിക്കുവാനും മല്ലു പിടിക്കുവാനും തുടങ്ങി. തൻ്റെ മനസ്സിൽ തയജീൻസിനെ തോൽപ്പിച്ച സന്തോഷമായിരുന്നു ആ രാത്രികളിൽ. ഒരു രാത്രി താൻ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നപ്പോൾ തയജീൻസിൻ്റെ തന്നെ ലോഹ പ്രതിമ ആ ഗുസ്തിക്കാരൻ്റെ ദേഹത്ത് വീണ് താൻ മരണമടഞ്ഞു. തൻ്റെ ദേഷ്യവും വാശിയും അടങ്ങാത്ത പകയും തകർത്തത് തൻ്റെ സ്വന്തം ജീവിതത്തെ ആണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വേദനയും മുറിവുകളുമൊക്കെ നമുക്ക് സംഭവിക്കും. എന്നാൽ അത് വാശിയും വൈരാഗ്യവുമാകുമ്പോൾ അത് തകർക്കുന്നത് നമ്മെ തന്നെയാണ്. വാശിയോടെ പ്രവർത്തിച്ച ആരും ആത്യന്തികമായി വിജയിച്ചിട്ടില്ല. അവരുടെ വാശി തന്നെ അവരെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. താൽക്കാലികമായി ജയിച്ച ഒരു സന്തോഷം അവർക്ക് ലഭിക്കും. ഒടുവിൽ അവരുടെ പ്രതികാര പ്രവൃത്തികൾ അവരുടെ തന്നെ തലയിൽ വന്നു വീഴും. നമുക്കെതിരെ വാശിയോടെ വരുന്നവരെ ഓർത്ത് നാം നീരസപ്പെടരുത്. അവരുടെ വാക്കുകളും നോട്ടങ്ങളും മനോഭാവങ്ങളും പ്രവൃത്തികളും നമ്മെ അസ്വസ്ഥരാക്കരുത്. അവരെ അവരുടെ വഴികൾക്ക് സമർപ്പിക്കുക. നമ്മെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നവർ അത് തുടരട്ടെ. നീയോ പ്രാർത്ഥിക്കുകയും ദൈവത്തിനായി കാത്തിരിക്കുകയും ചെയ്യുക. ക്ഷമയ്ക്കും സഹനത്തിനും ഒരു പ്രതിഫലമുണ്ട്. പ്രതികാരം നാം ദൈവത്തിന് വിടണം. നമ്മുടെ ശത്രുക്കളെ നീക്കുവാൻ നാം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവം അത് ചെയ്തുകൊള്ളും. അവരുടെ പ്രവൃത്തികളുടെ ഫലം അവർ തന്നെ കൊയ്യും. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത്. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം മുഷിയരുത്. ദുഷ്ടന്മാരോട് അസൂയപ്പെടുകയും അരുത്. ദുഷ്ടന്റെ വിളക്ക് കെട്ടുപോകും. കാരണം കൂടാതെ കൂട്ടുകാരന് വിരോധമായി സാക്ഷി നിൽക്കരുത്. നിന്റെ അധരം കൊണ്ട് ചതിക്കുകയും അരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കും എന്നും നീ പറയരുത്.